ന്യൂസ് 16 കേരള. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തി. ഒരാൾ അമേരിക്കൻ പൗരൻ. ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹം കണ്ടെത്തിയെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന. റഫേലെ അണ്ടർഗ്രൗണ്ട് തുരങ്കത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. 2-3 ദിവസം മുമ്പ് തന്നെ ഇവർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് സേനയുടെ വിലയിരുത്തൽ. കൊല്ലപ്പെട്ടവരിൽ 2 സ്ത്രീകളുമുണ്ട്. 6 പേരിൽ ഒരാൾ ഹർഷ് ഗോൾഡ്ബർഗ് പോളിൻ എന്ന അമേരിക്കൻ പൗരനാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിച്ചു. ബന്ദികൾ മരിച്ച വിവരം ഞായറാഴ്ച രാവിലെ അറിഞ്ഞുവെന്നും ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ച് ഹമാസുമായി കരാറിലെത്തിയിരുന്നുവെങ്കിൽ ഇവർ ഇപ്പോൾ ജീവനോടെ ഉണ്ടാകുമായിരുന്നുവെന്നും ഇവരുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഏകദേശം 100ഓളം പേരെ ഇപ്പോഴും ഹമാസ് ബന്ദികളാക്കി വെച്ചിട്ടുണ്ടെന്നും ഇവരിൽ പലരും കൊല്ലപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഗസയിൽ ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ്. ശനിയാഴ്ച ഗസയുടെ പല ഭാഗങ്ങളിലായി 34 പലസ്തീൻകാരെ ഇസ്രയേൽ വധിച്ചു. മധ്യ ഗസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇസ്രയേൽ ആക്രമണത്തിൽ 20 പേരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. വെസ്റ്റ് ബാങ്കിലെ ജനീൻ പട്ടണത്തിൽ ഇസ്രയേൽ ഉപരോധം കാരണം ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റ് സൗകര്യമോ ലഭിക്കാതെ കടുത്ത പ്രതിസന്ധിയുണ്ട്. ഗാസയിൽ ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 40,691ആയി. 94,060 പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നാണ് കണക്ക്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.